ഞങ്ങൾ അവർക്ക് ശമ്പളവും അതുപോലെ തന്നെ മരുന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുക്കേണ്ട ഫണ്ട് ഞങ്ങൾ കൃത്യമായി കൊടുക്കും. അത് മുഖ്യമന്ത്രിയാണ് ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ മറ്റു വകുപ്പുകളുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാറില്ല. ഞാൻ ചില പരാമർശങ്ങൾ നടത്തിയത് എന്ന് വിചാരിച്ച് ഞങ്ങളാരും കോട്ടലക്ഷ്യം നടത്തുന്നവരല്ല. പക്ഷേ പറയാതെ ഇരിക്കാൻ നിവർത്തിയില്ല. ഇത്രയൊരു കൊള്ള കൺമുമ്പിൽ നടന്നിട്ട് അന്വേഷിക്കാൻ കഴിയാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒന്നുകിൽ നടപടികൾ ത്വരിതപ്പെടുത്തുക. അത് കോടതി ഇടപെട്ടാലേ പറ്റൂ. ഞങ്ങൾക്ക് SITയുടെ മേലെ ഒരു നിയന്ത്രണവുമില്ല. ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളെങ്ങനെ ഇടപെടും? ഇടപെട്ടാൽ കോട്ടലക്ഷ്യമാവും. ഇപ്പോൾ ഇങ്ങനെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ വൈകിയാൽ ഓരോ ദിവസവും കട്ടവർ തെളിവ് നശിപ്പിക്കും. ഇപ്പം കക്കാമെടുക്കാനായിട്ടുള്ളവർക്ക് തെളിവ് നശിപ്പിക്കാനും പറ്റും. അതിനവർക്ക് ദൗർഭാഗ്യവശാൽ അതിന് സമയം കിട്ടിയവർക്ക്. ഹൈക്കോടതിയുടെ മേൽനോട്ടമല്ല, സംസ്ഥാന സർക്കാരിന് കുറച്ചൊരു സ്വാതന്ത്ര്യമാണ്. തെറ്റ് ചെയ്തവനെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനുള്ള അവകാശം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് വേണം. ഞങ്ങൾ അതാണ് ആവശ്യപ്പെടുന്നത്. ശരി എന്നാൽ അല്ല, ഞങ്ങൾ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ക്യാബിനറ്റിൽ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ക്യാബിനറ്റിൽ ചർച്ച ചെയ്യണമല്ലോ. കാരണം ഇത്രയും ഒരു പ്രമാദമായിട്ടുള്ള വിഷയം വരുമ്പോൾ ക്യാബിനറ്റിൽ വിഷയം ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യപ്പെടും.